നമസ്കാരം. തന്തയില്ലായ്മ എന്നുള്ളൊരു പ്രയോഗമുണ്ട് കേരളത്തിൽ. അതായത് പച്ച മലയാളത്തിൽ തന്തയില്ലായ്മ എന്നാണ് പറയുക. കുറച്ചുകൂടി പരിഷ്കരിച്ച് പറഞ്ഞാൽ പിതൃശൂന്യത എന്ന് പറയും, താതനില്ലായ്മ, താതശൂന്യത എന്നൊക്കെ പറയും. കുറച്ച് മുകളിലേക്ക് പറഞ്ഞാൽ അത്ര ഒരു തന്തയില്ലായ്മ ഒന്ന് നിങ്ങളൊന്ന് കാണുക കേട്ടോ. ആദ്യം इनके माइंड में घुस गया कि फॉरेन पॉलिसी इज दिस. നാഴികയ്ക്ക് 40 വട്ടം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് ഓളിയിടുന്ന കേരളത്തിലെ മാധ്യമങ്ങളും മറ്റു ചില മാനവികതാവാദികളുമൊക്കെ ഇതിനെതിരെ മൗനം പാലിച്ചു. അത് മാത്രമല്ല, ചില മാധ്യമങ്ങൾ നോക്കൂ, ഈ തൂറാൻ മുട്ടിയിട്ട് അങ്ങേയറ്റം എടങ്ങാറായവന് കക്കൂസ് കണ്ട സന്തോഷം പോലെ ഈ വീഡിയോ എടുത്തിട്ട് പ്രയോഗിക്കുന്നതുണ്ട്. ഇവർക്കൊക്കെ മോദി അദ്ദേഹത്തെ അവഹേളിക്കുന്നത് എന്തോ ഒരു എന്താ പറയാ, വിരേചനം എന്നൊക്കെയല്ല പറയാ, വയറാളി പോകുന്ന സുഖം കിട്ടുന്നെന്ന് തോന്നുന്നു. എന്തൊരു നെറികെട്ട നിലപാടാ. ഈ മനുഷ്യന്റെ ബോഡി ലാംഗ്വേജ് നോക്കൂ, എത്ര തരംതാണ്. ഇവന്റെ തന്തയുടെ തള്ള, അതായത് ഞാൻ ബഹുമാനത്തോടു കൂടി എന്ന് ആദരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഇവന്റെ തന്തയുടെ തള്ള, അതായത് ഇന്ദിരാഗാന്ധി. ഈ പപ്പു, ഈ പൊട്ടൻ പപ്പു, ഇവനെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഓരോ രാഷ്ട്രീയ നേതൃത്വത്തോടും നമ്മുടെ ഭരണാധികാരികളോടും ഒക്കെ അങ്ങേയറ്റം ബഹുമാനം വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ് ഞാൻ. പക്ഷെ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ പരമ പൊട്ടൻ, ഈ പരമദ്രോഹി, കുലദ്രോഹി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കുലദ്രോഹി കാരണം ഇന്നിപ്പോ ഇറ്റാലിയൻ സർക്കാർ ഇതിനെതിരെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. അവരുടെ രോഷവും അമർഷവും ഒക്കെ ആ വാക്കുകളിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യത്തെ അവർ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ ഇതുപോലുള്ള കൃമികീടങ്ങൾ അതിനെ കരണ്ട് തിന്നുന്നത് ഇല്ലാതാക്കണം എന്നുള്ള അർത്ഥത്തിലാണത് വായിക്കേണ്ടത്. ഈ കൃമി, ഈ പൊട്ടൻ, ഈ പരമ എന്താ പറയാ നെറികെട്ടവൻ, ഇവൻ ഇങ്ങനെ തന്നെ പറയാം. അത് മാത്രമല്ല, മറ്റൊരു ഭരണാധികാരിയാണ് ജോർജിയ മെലോഡി. അവരൊരു ഭരണാധികാരി എന്നുള്ളതിനപ്പുറം ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും ഈ പരമ നാറി കൊടുത്തില്ല എന്നുള്ളതാണ്. ഇവന്റെ തന്തയുടെ തള്ള ഇന്ദിരാഗാന്ധി, ഇന്ത്യ ബഹുമാനിക്കുന്ന ഭരണാധികാരി, അവർ യാസർ അറാഫത്തിനെ ആലിംഗനം ചെയ്യുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു, വീഡിയോ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഫിഡൽ കാസ്ട്രോയെ ആലിംഗനം ചെയ്യുന്ന ചിത്രം കണ്ടു. അപ്പൊ അതിനെതിരെ ഏതെങ്കിലും ഇവന്റെ ഈ ചെയ്തിനെ അനുകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവന്റെ ഈ പൊട്ടൻ പപ്പുവിന്റെ ഈ ചെയ്തികളെ അനുകരിച്ചുകൊണ്ട് മറ്റൊരാൾ ലൈംഗിക ചേഷ്ടയോടുകൂടി അത് റീക്രിയേറ്റ് ചെയ്താലോ? ഇന്ദിരാഗാന്ധി ഇങ്ങനെ കുണുങ്ങി പോയിട്ട് അത് രണ്ടുപേരും നിന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ സങ്കല്പിച്ച ഒരാൾ കുണുങ്ങി പോയി മറ്റാളെ കെട്ടിപ്പിടിച്ചൊരു ലൈംഗിക ചേഷ്ടയോടുകൂടി അത് അവതരിപ്പിക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റുമോ? ഇവൻ എന്താണ് ചെയ്തതെന്ന് ഈ പരമ പൊട്ടൻ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇവൻ ഇരിക്കുന്നതായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്താണ്. വാജ്പേയിയെ പോലെയുള്ള പ്രതിപാദനരായിട്ടുള്ള, അദ്വാനിയെ പോലുള്ള പ്രതിപാദനരായിട്ടുള്ള, വിശ്വനാഥ് പ്രതാപ് സിംഗ് അടക്കമുള്ള പല ആളുകളും, പല പ്രതിപക്ഷ നേതാക്കന്മാരും ഇരുന്നിട്ടുള്ള ഒരു കസേരയിലാണ് ഈ വിഡ്ഢിയായിട്ടുള്ള കുറുനരി കയറി ഇരിക്കുന്നത്. ഇവനെ പൊക്കി നടക്കാൻ ഈ നെറികെട്ടവൻ എന്റെ നാടിന്റെ ജനപ്രതിനിധിയായി പാർലമെന്റിൽ 5 വർഷം ഇരുന്നിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ലജ്ജ കൊണ്ട് എന്റെ തൊലി ഉരിഞ്ഞു പോവുകയാണ്. ഇതുപോലുള്ള സാമദ്രോഹികളെ ഇവന്റെ നാട്ടിലേക്ക്, ജോർജിയ മെലോഡി എന്ന് പറയുന്ന ആ ഭരണാധികാരി ഭരിക്കുന്ന ആ നാട്ടിലേക്ക് കടത്തണം, ഇവന്റെ സ്വന്തം നാട്ടിലേക്ക്. ഇവൻ മറ്റുള്ളവരെ ചായക്കടക്കാരൻ എന്ന് വിളിക്കുന്നു, മൊത്ത സാധുകാരൻ ഇവന്റെ തള്ളയാണ് വിളിച്ചത് മോദിയെ. രാഷ്ട്രീയ എതിരാളികളെ മോശമായിട്ട് ഇവരെ ചിത്രീകരിക്കുന്നതിൽ ഡിഗ്രി എടുത്ത ഈ നെറികെട്ടവന്മാര്. ഇവന്മാരോട് ചോദിക്കട്ടെ, തന്റെ അമ്മയുടെ ജോലി എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാലോ, മുൻ ജോലി എന്തായിരുന്നു എന്നാലും ചോദിച്ചാലോ അഭിമാനത്തോടെ പറയാൻ കഴിയും? ഇവനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തിരുത്തിയിട്ടില്ലെങ്കിൽ ആ പാർട്ടി ഒരിക്കലും തിരിച്ച് അധികാരത്തിൽ വരില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇവന്റെ ഈ നെറികെട്ട ഈ നെകളിപ്പ്. ബിജെപിയുടെ ഭാഗ്യം ഈ പൊട്ടനാണ്.